CEO ആവാനുള്ള ആദ്യത്തെ ഫ്രെയിംവർക്ക് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ബിഫോർ യു വാക്ക് ലൈക്ക് എ CEO, ബിഫോർ യു തിങ്ക് ലൈക്ക് എ CEO, ഐ ജസ്റ്റ് വാണ്ട് യു മേക്ക് എ ഡ്രീം അബൌട്ട് യുവർ ബിസിനസ്. നിങ്ങളൊന്ന് സ്വപ്നത്തിലെങ്കിലും ഇമാജിനേഷനിലെങ്കിലും നിങ്ങൾ ഇച്ചിരി CEO ആവട്ടെ. സാപ്പി ഇല്ലല്ലോ ഇപ്പോൾ അത് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ് നമ്മുടെ മനസ്സ് അല്ലേ ബിസാറേ? ഭയങ്കര ഡിസ്റ്റർബ്ഡാ. എന്തൊക്കെ കാര്യത്തിലാണ് ഡിസ്റ്റർബ്ഡ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാനും കിടക്കയിൽ എഴുന്നേക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ തപ്പുക? പണ്ടായിരുന്നെങ്കിൽ ഉടുത്ത മുണ്ട് എന്ന് പറയും, ഇപ്പോഴോ ഫോണ് അല്ലേ? ഫോൺ എടുത്താൽ ആദ്യം നമ്മൾ എന്താ നോക്കുക? വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അല്ലേ? വാട്സപ്പ് തുറന്നാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ന്യൂസ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേശവ മാമൻ 2 പ്രാവ് ഇങ്ങനെ നിൽക്കണ കതിര് കൊത്തിയ ചിത്രം അല്ലേ? അതോ ഡിസ്റ്റർബൻസ് അല്ലാത്ത ഏതെങ്കിലും കാര്യം നിങ്ങൾ രാവിലെ കാണാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ഈ വലിയ വലിയ സിഇഒമാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കൊച്ചി ഹൗസ് ഓഫ് ചിറ്റിലപ്പള്ളി. ഇപ്പൊ കേരളത്തിലെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ അങ്ങോട്ട് എലോൺ മസ്കിന്റെ അടുത്തേക്ക് എത്തും. വേണ്ട, നമ്മൾ ഈ കൊച്ചി എടുക്കുക. ഇപ്പൊ കൊച്ചി ഹൗസ് ഓഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, 7 മണി വരെ ഞാൻ ഫോൺ തൊടില്ല എന്ന്. ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണോ? അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ക്ലാസ്സിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ എടുക്കൂല ഫോണ്. എൻ്റെ പൊന്ന് മുനീറെ, ഞാൻ പറഞ്ഞത് ആ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. എന്തെങ്കിലും ഒരു കാരണം നമുക്കുണ്ടാവും, ശരിയല്ലേ? നമ്മൾ ഡിസ്റ്റർബ്ഡാണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. എന്തേലും കാര്യം ഇനി വളരെ സിമ്പിളാണ്. ഈ വയസ്സ് 8 മണിക്ക് എഴുന്നേക്കുന്നതിന്റെ കുഴപ്പം എന്താണെന്നറിയോ? 8 മണിക്കല്ല എഴുന്നേക്കെന്ന് പറഞ്ഞത്? 7 മണിക്ക്. 7 മണിക്ക് എഴുന്നേക്കുന്നതിന്റെ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. എത്ര മണിക്കൂടെ 7 മണിക്ക് എഴുന്നേക്കുന്നവരുണ്ട്? ഞാൻ തല്ലി കുറിച്ചു. അവിടെ വന്നിട്ട് അയാളൊക്കെ 8 കൊല്ലമായിട്ട് ഞങ്ങൾ പരിചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആളാ. വളരെ സിമ്പിളാണ്. 7 മണിക്ക് എഴുന്നേൽക്കുന്നതിന്, അല്ലെങ്കിൽ വേണ്ട 6 മണിക്ക് ശേഷം, 6:30 മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ നേരിട്ട് പ്രവേശിക്കുന്നത് എവിടേക്കാണെന്നറിയോ? പ്രോബ്ലംസ്, ഡിസ്റ്റർബൻസ് ആണോ? ഉവൈസേ, സത്യം പറ, താൻ എത്ര കാലമായിട്ട് തനിക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്? നുണ പറയരുത്. ഇവിടെ അങ്ങനെ സംഭവം കേട്ടോ. ആ ബിജു സാറോട് എന്നോടും ഇവിടെ നുണ പറയരുത്. വക്കീല് പറയും. മൈക്കൊന്നും വേണ്ട, മറ്റേ ഇതിൽ പെടും. പറഞ്ഞോ, ചിന്തിക്കലുണ്ടോ? ഉണ്ടോ? കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല എന്ന് മാത്രമല്ല, നമ്മൾ നേരിട്ട് ഇറങ്ങുന്നത് ഡിസ്റ്റർബൻസിലേക്കാണ്. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസിലേക്കായിരിക്കും. ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വീട്ടിലത്തെ പ്രശ്നങ്ങളായിരിക്കാം, കൊച്ചുങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാരൻസിന്റെ പ്രശ്നമായിരിക്കാം, അയലത്തെ വീട്ടിലെ ചിലപ്പോൾ ചേച്ചി പുറത്തേക്ക് നോക്കി തെറി വിളിക്കുന്നതായിരിക്കാം, എന്തും ആയിക്കോട്ടെ അല്ലേ? പലപ്പോഴും നമ്മുടെ CEOs എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാൻ അങ്ങനെ വാക്ക് തന്നെ ശ്രദ്ധിക്കുന്നു, CEOs എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരിട്ട് ചെന്ന് കയറുന്നതിലേക്കാം പ്രശ്നങ്ങളിലേക്കാണ്. ഈ പ്രശ്നങ്ങളെ മാറ്റാനാണ് എല്ലാ മതങ്ങളെയും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എല്ലാ മതങ്ങളും എടുത്തോളൂ. രാവിലെ 5 to 6 ആയിരിക്കും അവിടുത്തെ പ്രാർത്ഥനാ സമയം. ആണോ? എന്തുകൊണ്ടാ? ഇപ്പുറത്ത് കൗസല്യ സുപ്രജ വരുമ്പോൾ അപ്പുറത്തേക്ക് അല്ലാഹു ഇപ്പുറത്ത് വരും, അപ്പുറത്ത് പള്ളിയിൽ നിന്ന് ചർച്ചിൽ നിന്ന് വരും അല്ലേ? എല്ലാം ഒരു 5, 5:15, 5:30 ഉള്ളിലല്ലേ? വൈ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അപ്പോഴാണ്. അതുകൊണ്ട് വയസ്സേ 7 മണി അല്ല 6, എത്ര പറഞ്ഞ് മാറ്റി പിടിച്ചോ, ഗിയർ മാറ്റിക്കോ, സമയം പറ്റൂല. CEO ആവാനുള്ള ആദ്യത്തെ ഫ്രെയിംവർക്ക് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. എന്തും ആവാം. നിങ്ങളുടെ സ്കില്ലിന് വേണ്ടിയിട്ടാവാം, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാവാം, നിങ്ങളുടെ നോളേജിന് വേണ്ടിയിട്ടാവാം, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവാം, വാട്ട് എവർ. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യു ഹാവ് ടു സെറ്റ് യുവർ വിഷൻ. യു മസ്റ്റ് ഹാവ് ക്ലാരിറ്റി.